നിശബ്ദതയുടെ ലോകത്ത് ഫുട്ബോളിന്റെ ആവേശം നിറച്ച് കുട്ടിത്താരങ്ങൾ പരിമിതികളെ പടിക്ക് പുറത്താക്കി ലോകകപ്പ് ഫൈനൽ മത്സരം തന്നെ കളിച്ച് കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ റഹ്മാനിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാണികളുടെ ആരവങ്ങളും പ്രോത്സാഹനങ്ങളും അവർക്ക് ചുറ്റും അലയടിച്ചിരുന്നു. എന്നാൽ ടീമംഗങ്ങളിൽ പലർക്കും അത് കേൾക്കാനാകുമായിരുന്നില്ല. സഹതാരങ്ങളുടെ കണ്ണിലൂടെയും കൈകളിലൂടെയും ആശയവിനിമയം നടത്തി അർജന്റീന സ്പെയിനിന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചു കയറ്റി. ആ ഗോൾ ശബ്ദം കേട്ട് കാണികളായ കുട്ടിത്താരങ്ങളും അർജന്റീനയ്ക്ക് വേണ്ടി ആവേശഭരിതരായി. അർജന്റീന മെസ്സി ജയിക്കും. എനിക്ക് ഉറപ്പാണ് മെസ്സി എന്തായാലും കൊണ്ടുപോകും. മെസ്സി മാത്രമേ കൊണ്ടുപോകുള്ളൂ. കോഴിക്കോട് റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്റ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രതീകാത്മക ഫൈനൽ മത്സരം ഒരുക്കിയപ്പോഴുള്ള കാഴ്ചകൾ അത്രമേൽ ഹൃദയസ്പർശമായിരുന്നു. കേൾവി സംസാര പരിമിതികളുള്ള വിദ്യാർത്ഥികളാണ് അർജന്റീന സ്പെയിൻ ടീമുകളായി കളിക്കളത്തിലിറങ്ങിയത്. കുട്ടികളിൽ നല്ല ആവേശകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇവിടെ നമ്മൾ കണ്ടു. നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. കുട്ടികൾക്ക് നന്നായിട്ട് അവർ ചെറിയ കുട്ടികൾ വരെ നമ്മുടെ വേൾഡ് കപ്പ് ഇത് കാണാറുണ്ട് ടി വിൻ്റെ മുമ്പിൽ. അവർക്ക് എല്ലാ പ്ലെയേഴ്സിനും അറിയാം. നമ്മളിവിടെ അവിടെ ഒട്ടിച്ചിട്ടപ്പോഴൊക്കെ അവർ ഓരോരുത്തരുടെയും പേര് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിരന്തരം കുട്ടികൾ കാണുന്നുണ്ട് കളി. അവർക്ക് അതിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് അവരതിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാ ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കളിച്ചു എന്നുള്ളത് അവരെ ഈ ഒരു ശ്രവണ പരിമിതി പോലും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ് ഈ ഒരു കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒടുവിൽ കുട്ടിത്താരങ്ങളുടെ കളിയിലും അർജന്റീന തന്നെ കപ്പ് നേടി. പരിമിതികൾക്ക് അപ്പുറമാണ് ഫുട്ബോൾ. ഇത്തവണ ലോകകപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകുമെന്നാണ് ഈ കുട്ടിത്താരങ്ങളും ഉറപ്പിക്കുന്നത്. ക്യാമറമാൻ ദീപു മാന്നാറിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.